അപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് വീക്കോണിനെ പറ്റി ഒന്ന് പൊലിപ്പിച്ച് പറയാൻ എനിക്കൊന്ന് വീക്കോണിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാമോ എന്ന് നമ്മുടെ പ്രിയങ്കരനായ സിഇയോട് ഫൗണ്ടറിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ലാലേട്ടനൊക്കെ സുഖിപ്പിച്ച് പറയുന്ന പോലെ, മോളെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, 1-2 വാക്കിലോ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതല്ല മോളെ വീക്കോൺ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അതുതന്നെയാണ് വീക്കോണിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. 1-2 വാക്കിൽ അങ്ങ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. യെസ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വീക്കോൺ ഇൻഫോടെക്കിൻ്റെ സിഇഒ ഫൗണ്ടർ മിസ്റ്റർ ജെ നിഷാന്ത് സാറിൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി ക്ഷണിച്ചുകൊള്ളും. നമ്മുടെ പ്രിയ എംഎൽഎ PJ ജോസഫ് സാർ, മുനിസിപ്പൽ വാർഡ് മെമ്പർ മിസസ് ബർലി രാജു, മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ആന്റണി പുത്തകുളം, ചോരത്തിളപ്പിലും തിളപ്പ് കുറഞ്ഞ സമയത്തും എന്നും പിന്തുണയായിരുന്ന CB ജോസഫ്, വാർത്തയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും KSU മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് CB ജോസഫ്. വീക്കോടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട KS നമ്പൂതിരി അവറുകൾ, വീക്കോടിൻ്റെ ലീഗൽ അഡ്വൈസർ ബെന്നി ജോസ്, എൻ്റെ പ്രിയ ഗുരുനാഥനും മൂലമറ്റം സെൻറ്റ് ജോസഫ്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ സാനി സെബാസ്റ്റ്യൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പലരുണ്ടെല്ലാവരും, ഷിജു സാർ, ഷാജി, എല്ലാവരും. അപ്പോൾ ഒത്തിരി ആളുകളുണ്ട്, എല്ലാവരുടെയും ഓരോരുത്തരുടെ പേരിൽ പറയുന്നില്ല. വീക്കോടിൻ്റെ ഒരു മഹത്തായ ഒരു കാലഘട്ടത്തിൽ, ഒരു സുപ്രധാനമായ മുഹൂർത്തത്തിന് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങളോട് സന്തോഷം പങ്കിടുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ എത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരോടും ഞങ്ങൾക്ക് അഗൈതവുമായ സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. അത് പ്രത്യേകമായി അറിയിക്കുന്നു. യുവത്വത്തിൻ്റെ പ്രതീകവും ഇടുക്കിയുടെ അഭിമാനവുമായ നമ്മുടെ പ്രിയങ്കരനായ MP അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ്, നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇന്നലെ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ സെഷൻ നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള പ്രായോഗിക കാരണം അദ്ദേഹം അറിയിക്കുകയുണ്ടായി. പക്ഷേ എങ്കിലും വളരെ കഷ്ടപ്പെട്ട് ഈ സെയിം ഡേയിൽ തന്നെ എത്തി ഇന്നലെ തിരിച്ചു പോകണം. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ പ്രിയങ്കരനായ MPക്ക് ഈ നാടിനോടുള്ള കടപ്പാട്, ഈ നാടിൻ്റെ യുവത്വത്തിനോടുള്ള കടപ്പാട്, അതുപോലെ ഇവിടെയുള്ള സംരംഭങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളത്. അദ്ദേഹം കാണിച്ച സന്മനസ്സിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇടുക്കി ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് കുര്യാക്കോസിൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും ഭാവുകങ്ങൾ നേരുന്നു. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാട്ടിലും മറുനാട്ടിലും തൊടുപുഴക്കാരുടെ സ്വപ്നങ്ങൾ, തൊടുപുഴക്കാർക്ക് പ്രശസ്തി ഉണ്ടാക്കി കൊടുത്ത നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ PJ ജോസഫ് സാർ, ഞങ്ങൾ UK-യിലാണ് താമസിക്കുന്നപ്പോൾ നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അറിയാം. നിങ്ങൾ എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ തൊടുപുഴയാണെന്ന് പറയുമ്പോൾ ആളുകൾ പറയുമോ ജോസഫ് സാറിൻ്റെ മണ്ഡലമല്ലേ, അവിടെ വന്നിരിക്കുന്ന വികസനങ്ങൾ എന്താണ്? കഴിഞ്ഞ 10, 15, 20 വർഷങ്ങൾ കൊണ്ട് തൊടുപുഴ ഇതുപോലെ ട്രാൻസ്പോർട്ട് ആയിപ്പോയി. അത് ജോസഫ് സാറിൻ്റെ ഒരേ ഒരു കഴിവാണ്. അതുകൊണ്ട് എല്ലാ തൊടുപുഴക്കാർക്കൊപ്പം ഞങ്ങളും ജോസഫ് സാറിന് നന്ദിയും ഭാവുകങ്ങളും നേരുന്നു. ഇനി വീക്കോട് ഇൻഫോടെക്കും മറ്റ് IT കമ്പനികളും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്? അതല്ലെങ്കിൽ വീക്കോട് ഇൻഫോടെക്കും സമാനമായ മറ്റ് ബിസിനസ്സുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പലരും ചോദിക്കാറുണ്ട്. വിജയം എന്നുള്ളത് കെട്ടിപ്പൊക്കിയ നിരകളുടെ ഹൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണങ്ങൾ കൊണ്ടോ ഞങ്ങൾ അളക്കാറില്ല.
തീർച്ചയായും ഇതൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങൾക്ക് ഉത്തേജക ശക്തികളാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഞങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെയും സമർപ്പണബോധത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതീകങ്ങൾ മാത്രമേ ഞങ്ങൾ കൂട്ടിയിട്ടുള്ളൂ. ഒരൊറ്റ വ്യത്യാസം മാത്രം ഞങ്ങൾ കാണുന്നു. ഇതുവരെ വീക്കോടിൽ വരുവാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരായ ഉണ്ണിയും സന്നിധ്യങ്ങളൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വഴി പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഒരുപക്ഷെ ഈ ചടങ്ങിന് ശേഷം അതിന് മാറ്റം ഉണ്ടായേക്കാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിലപ്പുറമായിട്ട് ഇതിൻ്റെ ഭൗതികമായ കാര്യങ്ങളിൽ ഞങ്ങൾ കാര്യവ്യത്യാസം കാണുന്നില്ല. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, എത്രയാണ് എത്ര കോടിയാണ് നിങ്ങളുടെ ടേൺ ഓവർ എന്നൊക്കെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരി തോന്നാറുണ്ട്. കാരണം കോടികളുടെ കണക്കുകൾ കൊണ്ട് ഞങ്ങൾ ടേൺ ഓവർ അളക്കാറില്ല. ഞങ്ങൾ നോക്കുന്നത് ഹൗ മെനി പീപ്പിൾസ് ലൈഫ്സ് ക്യാൻ ബി ടേൺ അറൗണ്ട്. അതെ, എത്ര ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ, എത്ര ആളുകളുടെ ജീവിതത്തിൽ നന്മ വരുത്തുവാൻ, എത്ര ആളുകളുടെ ജീവിതത്തിൽ പുരോഗതി വരുത്തുവാൻ വീക്കോട് എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ടേൺ ഓവർ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നുള്ളൂ. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കുള്ളിലെ വീക്കോടിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ തൊടുപുഴയിലെ അനവധി യുവാക്കൾ ഈ നാട്ടിലും കേരളത്തിന് പുറത്തും വളരെ വലിയ IT കമ്പനികളിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അവരിൽ പലരും ഇന്നും വീക്കോടുമായിട്ട് ആ ബന്ധം നിലനിർത്തുന്നു. ഞങ്ങൾക്ക് പല സഹായങ്ങളും അവർ ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? വീക്കോട് എന്നൊരു കമ്പനി മറ്റ് കമ്പനികളിൽ നിന്നുള്ള ഡിഫറൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പലരും കോവിഡ് കാലത്തെക്കുറിച്ച് മറന്നിട്ടുണ്ടാവും. 2019 കോവിഡ് വന്നു. ഇപ്പോൾ കോവിഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന പോലില്ല. പക്ഷേ കോവിഡിന്റെ കാലത്ത് ഞങ്ങൾ തുടങ്ങി വെച്ച സാമൂഹ്യ പ്രതിബദ്ധതയുടെ പല കാര്യങ്ങളും ഞങ്ങൾ ഇന്നും അപകരം തുടരുകയാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പുകൾ എല്ലാം ഓരോ വർഷവും കമ്പനി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും ഞങ്ങൾ ഒരിക്കലും കുറയ്ക്കാറില്ല. അത് ഓരോ വർഷവും കൂട്ടാൻ മാത്രമേ ഉള്ളൂ. That being said, Beacon is the first and the best IT company in Idukki district with all the national and international licenses, including ISO, trademarks, GPL, Google licenses, Apple licenses, etc. അത് പറഞ്ഞിട്ടുണ്ടല്ലേ, എല്ലാ IT കമ്പനികളും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 99% IT കമ്പനികളും മറ്റ് ആളുകളുടെ IT സംബന്ധമായ വർക്കുകൾ ചെയ്തു, IT റിപ്പയർ ചെയ്തു, ഡെവലപ്മെന്റ് ചെയ്തു. അവരാരും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആക്കി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കാറില്ല. ഞങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുത്തു. 3-4 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പായി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിന് ശേഷം പലർക്കും അത് ഉപയോഗിക്കുവാൻ വളരെ വിഷമമായിരുന്നു. കാരണം പേടിയാണ്. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് തൊടുപുഴയിലെ ഒരു ചെറിയ സ്ഥാപനത്തിന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ ബാംഗ്ലൂരോ ഡൽഹിയിലോ അല്ലെങ്കിൽ ബോംബെയിലോ ഉള്ള വലിയ കമ്പനികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. അന്ന് ഈ നാട്ടിലെ പലരും ഞങ്ങൾക്ക് കൈകളേകി. പലരും ഞങ്ങളെ തുളച്ചു. തൊടുപുഴയിലെ പല സ്കൂളുകളും, അതായത് നെടുമ്പുഴ പബ്ലിക് സ്കൂളുകൾ, വിമല പബ്ലിക് സ്കൂള്, വെന്നേഴ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, സരസ്വതി വിദ്യാലയ സ്കൂളുകൾ, അങ്ങനെ പല സ്കൂളുകളും ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ തുടങ്ങി. സന്തോഷകരമായ മറ്റൊരു കാര്യം, അന്ന് ഞങ്ങൾക്ക് തുണയേകിയ ഫാദർ ആന്റണി പുത്തൻകുളം ഇന്നിവിടെ ഈ സ്റ്റേജിലുണ്ട്. അതുപോലെ സാജു സാർ, ഇവരൊക്കെ അന്ന് 4-6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് തന്ന ചെറിയ സഹായങ്ങൾ ഞങ്ങൾക്ക് അന്നും വലിയ സഹായങ്ങളായിരുന്നു, ഇന്നും വലിയ സഹായങ്ങളായിരുന്നു. ഇനി അഭിമാനത്തോടെ പറയട്ടെ, ഇന്ന് കേരളത്തിൽ വെളിയുമായിട്ട് 500ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വീക്കോട് ഇൻഫോടെക്കിന്റെ എഡ്സ്മാർട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കഴിഞ്ഞ 5 വർഷമായിട്ട് വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
കേരളത്തിന് വെളിയിൽ മലയാളിയുടെ മക്കൾക്ക് മലയാളത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ അവരുടെ ഭാഷയിൽ, അതായത് ഇപ്പം എല്ലാം മൊബൈലിലാണല്ലോ, ആ മൊബൈൽ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്ന എൻചുവടി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ, അത് നിങ്ങളുടെ തൊടുപുഴയിലെ ഈ കൊച്ചു വീക്കോട് ഇൻഫോടെക് എന്ന സ്ഥാപനത്തിൻ്റെ പ്രോഡക്റ്റാണ്. ഈവൻ കേരള ഗവൺമെൻറ്റിൻ്റെ മലയാളം മിഷൻ പോലും പല രാജ്യങ്ങളിലും റെക്കമെൻഡ് ചെയ്യുന്നത് വീക്കോട് ഇൻഫോടെക്കിൻ്റെ എൻചുവടി എന്ന പ്രോഡക്റ്റാണ്. നിങ്ങൾ എല്ലാവർക്കും അതിൽ അഭിമാനിക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊണ്ടോട്ടെ. കഴിഞ്ഞ 4 വർഷമായി വീക്കോട് ഇൻഫോടെക്കും സുമോ ഒപ്റ്റിമസ് എന്ന UK കമ്പനിയും സംയുക്തമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന SOS കെയർ എന്ന ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ കഴിഞ്ഞ തിങ്കളാഴ്ച UK ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് UK യിൽ 9 കമ്പനികൾക്ക് മാത്രമേ അംഗീകാരമുള്ളൂ. വി ആർ വൺ among this 9. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, വീക്കോട് ഇൻഫോടെക് നിങ്ങളുടേതാണ്, നമ്മുടേതാണ്, ഈ നാടിൻ്റെതാണ്. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് മഹാനഗരങ്ങളുടെ ലൊക്കേഷനോ കോർപ്പറേറ്റ് ജാലങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല. തികച്ചും സാധാരണക്കാരായ നിങ്ങൾക്കും എനിക്കും കഠിനാധ്വാനവും നിതാന്ത പരിശ്രമവും സത്യസന്ധമായ പരിശ്രമവും ഉണ്ടെങ്കിൽ ഏത് വിജയങ്ങളും നേടാം. വീക്കോട് ഇൻഫോടെക് അതിനുള്ള ശ്രമത്തിലാണ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ സംരംഭം മാത്രമാണ്. ഇതുപോലെയുള്ള പല സംരംഭങ്ങളും വഴിയെ വരും. അതുകൊണ്ട് വീക്കോട് എന്ന പ്രസ്ഥാനത്തെ, വീക്കോട് എന്ന ആശയത്തെ ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു, ഈ നാടിന് സമർപ്പിക്കുന്നു. കൂടെ ഉണ്ടാകണം. നന്ദി, നമസ്കാരം. എല്ലാവരുടെയും ബ്ലെസ്സിങ്ങും പ്രേമം ക്ലാപ്പും ഒക്കെ റിസർവ് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ്. നിഷാന്ത് സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൊമെൻറ്റ് ഇനിയുള്ള ജേർണിയിൽ ഒരു ഗ്രേറ്റ് മോട്ടിവേഷനായി മാറട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. തുടർന്ന് നമ്മുടെ തൊടുപുഴയുടെ പ്രിയങ്കരനായ PJ ജോസഫ് സർ ദീപം തെളിയിക്കുന്നു.